ക്രിസ്തുദേവന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ ഈസ്റ്റർ പ്രാർത്ഥനകളും ചടങ്ങുകളും. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി ഇഴകേറി പരിശോധിക്കാൻ പോലീസ്. നാളെ വീണ്ടും ചോദ്യം ചെയ്യൽ. ഹോട്ടലിലെ സന്ദർശകരുടെ പട്ടികയും പരിശോധിക്കുന്നു. നടപടി ആലോചിക്കാൻ ഫിലിം ചേംബർ യോഗം നാളെ. താങ്കൾ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു. എൻ്റെ മുമ്പിൽ ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ചു പോയിട്ടുള്ളത്. വിൻസി അലൂഷ്യസിനെ തള്ളി സൂത്രവാക്യം സംവിധായകൻ ന്യൂസ് 18-ൽ. ഷൈനു വേണ്ടി വിൻസിയോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ഷൂട്ട് മുടങ്ങിയത് ഷൈൻ ടോമിന്റെ കണ്ണ് വിങ്ങിയതിനാൽ എന്നും യൂജിൻ ജോസ് ചിറമേൽ പ്രൈം ഡിബേറ്റിൽ. മലയാള സിനിമയിൽ പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടെന്ന് നടി ഉർവശി ന്യൂസ് 18-നോട്. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യം പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. താരസംഘടന കർശന നടപടിയെടുക്കണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്നും ഉർവശി Q18 അഭിമുഖത്തിൽ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ വരവേൽക്കാൻ ഒരുങ്ങി രാജ്യം. നാളെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കും. വാൻസ് ഇന്ത്യയിലെത്തുന്നത് വത്തിക്കാൻ സന്ദർശനത്തിന് ശേഷം. കാസർഗോട്ട് ലഹരിക്കടിമകളായ യുവാക്കളുടെ ആക്രമണം. പോലീസുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു.